കുഞ്ഞൻ മൃഗങ്ങളെ നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലേ? എന്നാൽ അത്തരത്തിൽ അപൂർവമായ ജീവികളായ ഫിംഗർ മങ്കി മുതൽ പീകോക്ക് സ്പൈഡർ വരെയുണ്ട് ലിസ്റ്റിൽ. ചെറുതും എന്നാൽ ചില പ്രത്യേകതകളുമുള്ള ഈ കുഞ്ഞൻ ജീവികളെ പറ്റിയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫിംഗർ മങ്കി എന്ന് പൊതുവെ വിളിപ്പേരുള്ള മർമോസൈറ്റ് ലോകത്തിലെ ഏറ്റവും ചെറിയ പ്രൈമേറ്റുകളിൽ ഒന്നാണിത്. മനുഷ്യരുടെ വിരലുകളിൽ പറ്റിപ്പിടിക്കാനുള്ള അത്ര വലിപ്പവും ഊർജ്ജസ്വലമായ പെരുമാറ്റവും ഈ ചെറിയ ജീവിയെ എല്ലായിടത്തും മൃഗസ്നേഹികളെ ആകർഷിക്കുന്നു. ഇവ കൂടുതലായും തെക്കേ അമേരിക്കയിലെ ഉഷ്ണമേഖലാ മഴക്കാടുകളിലാണ് കാണപ്പെടുന്നത്. 10 മുതൽ 15 സെന്റിമീറ്റർ വരെ വലിപ്പവും 140 ഗ്രാം ഭാരവുമാണ് ഫിംഗർ മങ്കികൾക്കുള്ളത്. ഇവയുടെ മൂർച്ചയുള്ള നഖങ്ങൾ മരങ്ങളിൽ പറ്റിപ്പിടിക്കാൻ സഹായിക്കുന്നു. പഴങ്ങൾ, പ്രാണികൾ, ചെറിയ ഉരകങ്ങൾ, മരത്തിൻ്റെ സ്രവം എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണങ്ങൾ. ഇവയുടെ പ്രത്യേകത, പല്ലുകൾ ഭക്ഷണത്തിൻ്റെ പ്രധാന ഭാഗമായ മരങ്ങൾ പിഴിഞ്ഞ് സ്രവം വേർതിരിക്കാൻ സഹായിക്കുന്നു. ചെറിയ വലിപ്പമാണെങ്കിലും ഇവ മരങ്ങൾക്കിടയിൽ 16 അടി ദൂരത്തിൽ വരെ കുതിക്കുന്നു. ഏകദേശം 10 മുതൽ 12 വയസ്സ് വരെയാണ് ഇവയുടെ ആയുസ്. എന്തൊക്കെയായാലും വനനശീകരണം, വിദേശ വളർത്തുമൃഗങ്ങളുടെ വ്യാപാരം, പക്ഷികളുടെയും പാമ്പുകളുടെയും വേട്ടയാടൽ എന്നിവ മൂലം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഫിംഗർ മങ്കികൾ. ഫെനക് ഫോക്സ് അതിൻ്റെ വലിയ ചെവികൾക്കും ചെറിയ രൂപത്തിനും പേരുകേട്ട കുറുക്കനാണ്. സഹാറ മരുഭൂമി പോലുള്ള മരുഭൂമികളിലാണ് ഈ കുറുക്കൻ കാണപ്പെടുന്നത്. ഏകദേശം 41 സെന്റിമീറ്റർ നീളവും 1.6 കിലോഗ്രാം ഭാരവുമാണ് ഇവനുള്ളത്. ഇവന്റെ ഈ ചെവികൾക്ക് ഇരകളുടെ ശബ്ദം ദൂരെ നിന്ന് പോലും തിരിച്ചറിയാനും ചൂട് പുറന്തള്ളുന്നതിനും ഉപയോഗിക്കുന്നു. മണൽ നിറമുള്ള ഇവന് പതിയിരുന്ന് വേട്ടയാടാൻ ഇത് സഹായിക്കുന്നു. ചെറിയ സസ്തനികൾ, പക്ഷികൾ, മുട്ടകൾ, പഴങ്ങൾ എന്നിവയാണ് ഇവൻ ഭക്ഷിക്കുന്നത്. മരുഭൂമിയിലെ മണൽ ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ കാലുകളിൽ കട്ടിയുള്ള രോമങ്ങൾ ഇവന്റെ ഒരു പ്രത്യേകതയാണ്. ഇവയ്ക്ക് 2 അടി ഉയരത്തിലും 4 അടി ദൂരത്തിലും കുതിക്കാൻ സാധിക്കുന്നു. കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് ഇവയുടെ രോമത്തിന്റെ കനം മാറുന്നു. താപനില തീവ്രതയുമായി പൊരുത്തപ്പെടാൻ ഇതിവനെ സഹായിക്കുന്നു. ഏകദേശം 10 വർഷം വരെയാണ് ഇവയുടെ ആയുസ്. ജാപ്പനീസ് ഡ്രോപ്പ് ഫ്ലൈയിങ് സ്ക്യൂറൽ. ജപ്പാനിലെ വനപ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈ കുഞ്ഞൻ അണ്ണാൻ അതിൻ്റെ മനോഹരമായ രൂപത്തിനും മരങ്ങൾക്കിടയിൽ സഞ്ചരിക്കാനുള്ള അതുല്യമായ കഴിവിനും പേരുകേട്ടതാണ്. ഏകദേശം 20 സെന്റിമീറ്റർ വലിപ്പവും 220 ഗ്രാം ഭാരവുമുള്ള ഇവയുടെ വാലിൻ്റെ നീളം 15 സെന്റിമീറ്റർ വരെയാണ്. ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകതയിൽ ഒന്നാണ് അവൻ്റെ പറക്കാനുള്ള കഴിവ്. ഇവൻ്റെ മുന്നിലും പിന്നിലും കാലുകൾക്കിടയിൽ കാണപ്പെടുന്ന ചർമ്മഭാഗം ഇവയെ ഗ്ലൈഡർമാരെ പോലെ വായുവിൽ സഞ്ചരിക്കാൻ പ്രാപ്തമാക്കുന്നു. വാലും കൈകാലുകളും ഉപയോഗിച്ച് നിയന്ത്രിച്ച് സഞ്ചരിക്കുന്നു. വേട്ടക്കാരിൽ നിന്ന് രക്ഷ നേടുന്നതിനോ ഭക്ഷണം തിരിയുന്നതിനോ മരങ്ങൾക്കിടയിലൂടെ 328 അടി ഉയരത്തിൽ വരെ ഇവയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു അത്രേ. ഗ്ലൈഡ് ചെയ്യാത്തപ്പോൾ ഈ ചർമ്മം വശങ്ങളിലേക്ക് ഭംഗിയായി മടക്കാനും സാധിക്കുന്നു. ഇവയുടെ വലിയ വൃത്താകൃതിയിലുള്ള കറുത്ത കണ്ണുകൾ രാത്രി കാഴ്ച സാധ്യമാക്കുന്നു. അതുകൊണ്ട് തന്നെ പകൽ സമയങ്ങളിൽ മരത്തിൻ്റെ പൊത്തിൽ വസിച്ച് രാത്രി കാലങ്ങളിൽ കൂടുതലായും ഇറങ്ങുന്നു. ഇവ സസ്യബുക്കുകളാണ്. വിത്തുകൾ, ഇലകൾ, പഴങ്ങൾ, പുറന്തൊലികൾ എന്നിവയാണ് കൂടുതലായും ഭക്ഷിക്കുന്നത്. ഇവയുടെ ആയുസ് ഏകദേശം 5 to 7 വർഷമാണ്. ഇവ എപ്പോൾ വനനശീകരണം മൂലം വംശനാശം നേരിടുന്ന ഒരു ജീവിയാണ്. പാണ്ട ആൻഡ്. പാണ്ടയോട് സാമ്യമുള്ള കറുപ്പും വെളുപ്പും നിറമുള്ള ഇവയെ പാണ്ട ഉറുമ്പുകൾ എന്നാണ് വിളിക്കുന്നത്. ഇവ യഥാർത്ഥത്തിൽ ഉറുമ്പുകളുടെ കൂട്ടത്തിൽ പെട്ടതല്ല, മറിച്ച് പ്രാണികളിൽ പെടുന്നതാണ്. അമേരിക്കയുടെ ചില ഭാഗങ്ങളിൽ കാണപ്പെടുന്ന പാണ്ട ഉറുമ്പ് അതിൻ്റെ അതുല്യമായ രൂപത്തിനും ആശ്ചര്യപ്പെടുത്തുന്ന ശക്തിക്കും പേരുകേട്ടതാണ്. ഏകദേശം 0.3 ഇഞ്ച് വലിപ്പമുള്ള ഇവയുടെ പുരുഷൻ വർഗത്തിന് ചിറകുകൾ കാണപ്പെടുന്നു. ഇവയുടെ ചലനം വേഗത്തിലാക്കുന്നതിന് നീളമുള്ള കാലുകൾ സാധ്യമാക്കുന്നു. തേനീച്ചകളുടെയും കടന്നലുകളുടെയും ലാർവകളെയാണ് ഇവ കൂടുതലായും ഭക്ഷിക്കുന്നത്. എന്നാൽ ഇവ കാണുന്ന പോലെ നിസ്സാരക്കാരല്ല. ഇവയുടെ കടി കൊണ്ട് ഒരു പശുവിനെ പോലും കൊല്ലാൻ കഴിയുമത്രേ. ഇവയുടെ തിളക്കമുള്ള നിറം വേട്ടക്കാർക്ക് അവയുടെ വിഷാംശത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഏകദേശം 2 വർഷത്തോളമാണ് ഇവയുടെ ആയുസ്. സ്ലോ ലോറിസ്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ വനങ്ങളിൽ നിന്നുള്ള നിഗൂഢവും ആകർഷകവുമായ
പ്രൈമേറ്റ് ആണ് സ്ലോ ലോറിസ്. വലുതും വൃത്താകൃതിയിലുള്ളതുമായ കണ്ണുകൾക്കും മന്ദഗതിയിലുള്ള ബോധപൂർവമായ ചലനങ്ങൾക്കും പേരുകേട്ട ലോറിസ് ആശ്ചര്യകരമായ ഒരു രഹസ്യം മറയ്ക്കുന്നു. ലോകത്തിലെ ചുരുക്കം വിഷമുള്ള സസ്തനികളിൽ ഒന്നാണിത്. 38 സെന്റിമീറ്റർ വലിപ്പവും 1.8 കിലോഗ്രാം വരെ ഭാരവും ലോറിസിനുണ്ട്. ഇവയ്ക്ക് രാത്രി കാഴ്ച ഉള്ളതിനാൽ രാത്രിയിൽ കൂടുതലായി സഞ്ചരിക്കുന്നു. പഴങ്ങൾ, പ്രാണികൾ, മരത്തിന്റെ സ്രവം എന്നിവയാണ് കൂടുതലായും ഭക്ഷിക്കുന്നത്. കൈമുട്ടുകളിലെ ഒരു ഗ്രന്ഥിയിൽ നിന്നുള്ള സ്രവങ്ങളുമായി ഉമിനീർ കലർത്തി വിഷം ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് പ്രതിരോധത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. പേരിൽ സ്ലോ എന്നുണ്ടെങ്കിലും അത്യാവശ്യ ഘട്ടത്തിൽ വേഗത്തിൽ നീങ്ങാനും ഇവയ്ക്ക് സാധിക്കുമത്രേ. ഏകദേശം 20 വയസ്സ് വരെയാണ് ഇവയുടെ ആയുസ്. ദി അക്സലോട്ടൽ, മെക്സിക്കൻ വാക്കിംഗ് ഫിഷ് എന്നും അറിയപ്പെടുന്ന അക്സലോട്ടൽ ഒരു മത്സ്യമല്ല, മറിച്ച് ഒരു ജല സലാമണ്ടർ ആണ്. കൈകാലുകളും മറ്റ് ശരീരഭാഗങ്ങളും പുനരുജ്ജീവിപ്പിക്കാനുള്ള അതുല്യമായ കഴിവിന് പേരുകേട്ട ഈ അസാധാരണ ഉഭയജീവി ശാസ്ത്രജ്ഞരെയും മൃഗസ്നേഹികളെയും ഒരുപോലെ ആകർഷിക്കുന്നു. ഇവ സാധാരണയായി മെക്സിക്കോയിലെ ശുദ്ധജല തടാകങ്ങളിലും കനാലുകളിലുമാണ് കാണപ്പെടുന്നത്. 9 ഇഞ്ച് വലിപ്പവും 225 ഗ്രാം ഭാരവുമാണ് ഇവയ്ക്കുള്ളത്. ഇവയുടെ ബാഹ്യ തൂവലുകൾ വെള്ളത്തിനടിയിൽ ശ്വസിക്കാൻ സഹായിക്കുന്നു. അടപ്പില്ലാത്ത കണ്ണുകളും വിടർന്ന പുഞ്ചിരിയും ഇവയുടെ മറ്റൊരു വലിയ പ്രത്യേകതയാണ്. ഇതിവയെ വളരെ മനോഹരമാക്കി കാണിക്കുന്നു. പിങ്ക് മുതൽ കറുപ്പ് വരെ നിറങ്ങൾ ഇവ കാണപ്പെടുന്നു. വെള്ളത്തിനടിയിൽ നടക്കാൻ ചെറിയ 4 കാലുകൾ ഇവയ്ക്കുണ്ട്. ആക്സലോട്ടുകൾക്ക് മുറിവുകളില്ലാതെ ഒന്നിലധികം തവണ കൈകാലുകൾ വളർത്താൻ സാധിക്കുമത്രേ. ഇവ പുഴുക്കൾ, ചെറിയ മത്സ്യങ്ങൾ, പ്രാണികൾ എന്നിവയെ ഭക്ഷിക്കുന്നു. കൈകാലുകൾ, സുഷുമ്നാ നാഡി, ഹൃദയങ്ങൾ, തലച്ചോറിന്റെ ഭാഗങ്ങൾ എന്നിവ പോലും പുനരുജ്ജീവിപ്പിക്കാൻ ആക്സലോട്ടുകൾക്ക് സാധിക്കുമത്രേ. ഇവയെപ്പറ്റി പഠിക്കുകയാണ് നിരവധി ശാസ്ത്രജ്ഞരായ ഗവേഷകർ. ഇവരുടെ ജീൻ മനുഷ്യ ജീനിനേക്കാൾ 10 ഇരട്ടി വലുതാണത്രേ. ഏകദേശം 10 വർഷം വരെയാണ് ഇവയുടെ ആയുസ്. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പീകോക്ക് സ്പൈഡർ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ചെറുതും എന്നാൽ മിന്നുന്നതുമായ ഒരു ചിലന്തിയാണിത്. വ്യത്യസ്തവും വർണ്ണാഭമായ പാറ്റേണുകൾക്കും പേരുകേട്ട ഈ ചിലന്തി ലോകത്തിലെ ഏറ്റവും ആകർഷകമായ ചിലന്തികളിൽ ഒന്നാണ്. ഈ ആൺചിലന്തികൾ പെൺചിലന്തികളെ ആകർഷിക്കുന്നതിനായി നൃത്തങ്ങൾ വരെ അവതരിപ്പിക്കുമത്രേ. മയിലിന്റെ തൂവലുകൾക്ക് സമാനമായ ഡിസൈനാണ് ഇവയ്ക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇവയെ പീകോക്ക് സ്പൈഡർ എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇവയ്ക്ക് ഒരാളുടെ ശരീരത്തിന്റെ നീളത്തിൽ കുതിക്കാൻ സാധിക്കുമത്രേ. ഇവർ ഇര പിടിക്കാൻ അവരുടെ കാഴ്ചശക്തിയും കൃത്യമായ ചാട്ടങ്ങളും ഉപയോഗിക്കുന്നു. ഏകദേശം 1 വർഷം ഇണചേരൽ കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ പുരുഷൻ ചിലന്തികൾ മരിക്കുന്നു. മുള്ളൻ പന്നി യൂറോപ്പ്, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന മുള്ളൻ പന്നിയുടെ ചെറിയ രൂപത്തിലുള്ള ഒരു സ്പൈനി സസ്തനിയാണിത്. ഇതിൻ്റെ ഭംഗിയുള്ള രൂപം ഒരു പന്ത് പോലെ ചുരുണ്ടു പോകാനുള്ള ഇതിൻ്റെ അതുല്യമായ പ്രതിരോധ സംവിധാനത്തിന് പേരുകേട്ടതാണ്. ഏകദേശം 30 സെന്റിമീറ്റർ വലുപ്പവും 900 ഗ്രാം ഭാരവുമാണ് ഇവയ്ക്കുള്ളത്. പ്രതിരോധ സംവിധാനമായി പ്രവർത്തിക്കുന്ന മൂർച്ചയുള്ള മുള്ളുകൾ ഇവയ്ക്കുമുണ്ട്. ചൂണ്ടിയ മൂക്കും ചെറിയ വൃത്താകൃതിയിലുള്ള ചെവികളും കുഴിയെടുക്കാനും നടക്കാനുമുള്ള ചെറുതും ഉറപ്പുള്ളതുമായ കാലുകളും ഇവയുടെ പ്രത്യേകതയാണ്. പ്രാണികൾ, പുഴുക്കൾ, ഒച്ചുകൾ തുടങ്ങിയവയാണ് ഇവ ഭക്ഷിക്കുന്നത്. തണുപ്പ് കാലഘട്ടത്തിൽ ഹൃദയമിടിപ്പും ശ്വസനവും വരെ കുറച്ച് ജീവിക്കാൻ ഇവയ്ക്ക് സാധിക്കുമത്രേ. ഏകദേശം 5 വർഷം വരെയാണ് ഇവയുടെ ആയുസ്. പ്രീ കങ്കാരു ഭൂമിയിൽ വസിക്കുന്ന കങ്കാരുവിൽ നിന്ന് വ്യത്യസ്തമായി ഓസ്ട്രേലിയയിലെ മഴക്കാടുകളിൽ കാണപ്പെടുന്ന ഈ മരങ്ങയറ്റക്കാരൻ ആകർഷകമായ രൂപം കൊണ്ട് മൃഗസ്നേഹികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ട്രീ കങ്കാരു എന്നറിയപ്പെടുന്ന ഇവയ്ക്ക് 76 സെന്റിമീറ്റർ നീളവും 16 കിലോഗ്രാം ഭാരവും വരെ വയ്ക്കുമത്രേ. ചുവപ്പ്, തവിട്ട് മുതൽ സ്വർണ്ണ മഞ്ഞ നിറങ്ങളിൽ കട്ടിയുള്ള കമ്പിളി രോമങ്ങൾ ഇവയുടെ ഒരു പ്രത്യേകതയാണ്. ഇലകൾ, പഴങ്ങൾ, പൂക്കൾ, പുറന്തൊലി എന്നിവയാണ് കൂടുതലായും ഭക്ഷിക്കുന്നത്. ഇവയ്ക്ക് മരങ്ങൾക്കിടയിൽ 30 അടി ദൂരത്തിൽ ചാടാനും 60 അടി ഉയരത്തിൽ നിന്ന് നിലത്തേക്ക് ചാടാനും കഴിവുള്ളവരാണ്. സാധാരണ കങ്കാരുവിൽ നിന്ന് വ്യത്യസ്തമായി ഉയരം കുറഞ്ഞ കാലുകളും ശക്തമായ മുൻകാലുകളും മരം കയറാൻ കട്ടിയുള്ള നഖങ്ങളും ഇവയ്ക്കുണ്ട്. ഇവ മരത്തിൽ വസിക്കുന്നവരാണെങ്കിലും ഇര തേടി നിലത്തും ഇറങ്ങുന്നു. ഏകദേശം 15 വയസ്സ് വരെയാണ് ഇവയുടെ ആയുസ്. കിങ്കാജോ തേൻ കരടി എന്നും അറിയപ്പെടുന്ന
കിങ്കാജോ യഥാർത്ഥത്തിൽ ഒരു കരടിയല്ല, റക്കൂൺ ഇനത്തിൽപ്പെടുന്ന ഒരു സസ്തനിയാണ്. മധ്യ ദക്ഷിണ അമേരിക്കയിലെ മഴക്കാടുകളിലാണ് ഇവയെ കാണപ്പെടുന്നത്. ഓമനത്വം നിറഞ്ഞ മുഖവും കുട്ടിക്കളിയും കിങ്കാജോയുടെ ഒരു പ്രത്യേകതയാണ്. ഏകദേശം 60 സെന്റിമീറ്റർ വരെ നീളവും 4 കിലോഗ്രാം ഭാരവും 25 ഇഞ്ച് വലിപ്പവുമുള്ള വാലുമാണ് ഇവയ്ക്കുള്ളത്. ശാഖകൾ മുറുകെ പിടിക്കുന്നതിനും കയറുന്നതിനും തൂങ്ങിക്കിടക്കാനും ഈ വാൽ ഉപയോഗിക്കുന്നു. കിങ്കാജോയ്ക്ക് രാത്രിയിൽ കണ്ണുകൾ കാണാൻ സാധിക്കും. ഇവയുടെ 5 ഇഞ്ച് നീളമുള്ള നാവ് ഉപയോഗിച്ച് പൂന്തേനും പഴച്ചാറും വേർതിരിച്ചെടുക്കുന്നു. ഇവ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് മരങ്ങളിലാണ്. പിൻകാലുകൾക്ക് പിന്നിലേക്ക് തിരിച്ച് മരത്തിൽ തലകീഴായി കയറാൻ ഇവയ്ക്കാകും. രാത്രികാലങ്ങളിൽ വലിയ രീതിയിൽ നിലവിളിക്കുന്നത് കൊണ്ട് തന്നെ ഇവയെ നൈറ്റ് വാക്കർമാർ എന്നും വിളിക്കുന്നു. ഏകദേശം 20 to 25 വയസ്സ് വരെയാണ് ഇവയുടെ ആയുസ്. സാൻഡ് കാറ്റ് ഒരു ചെറിയ കാട്ടുപൂച്ചയാണ്. എന്നാൽ അതിൻ്റെ അതിമനോഹരമായ രൂപവും അവിശ്വസനീയമായ അതിജീവന കഴിവുകളും കൊണ്ട് ആളുകളുടെ മനം മയക്കുന്നു. സഹാറ മരുഭൂമി പോലെയുള്ള മരുഭൂമികളിലാണ് ഇവ കാണപ്പെടാറ്. ഇവരുടെ പാദങ്ങളിലുള്ള ഇടതൂർന്ന രോമങ്ങൾ ചൂടുള്ള മണലിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നു. കാലുകളിലും വാലുകളിലും കറുത്ത വരകളുള്ള കട്ടിയുള്ള മണൽ നിറത്തിലുള്ള രോമങ്ങൾ അവയെ മറ്റുള്ളവരിൽ നിന്ന് ഒളിക്കാനും ഇര പിടിക്കാനും സഹായിക്കുന്നു. ഇവയുടെ വലിപ്പം കൂടിയ ചെവികൾക്ക് ചെറിയ ശബ്ദങ്ങൾ പോലും തിരിച്ചറിയാനാകുന്നു. ഇത് ഭൂഗർഭ ഇരയെ കണ്ടെത്താൻ വരെ അവരെ സഹായിക്കുന്നു. ചെറിയ സസ്തനികൾ, ഉരകങ്ങൾ, പ്രാണികൾ, പക്ഷികൾ എന്നിവയെ ഭക്ഷിക്കുന്നു. മണലിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്നതാണ് ഇവയുടെ രീതി. തണുപ്പ് മുതൽ 50 സെൽഷ്യസ് താപനില വരെ നേരിടാൻ ഇവയ്ക്ക് കഴിയുമത്രേ. ഇരകളിൽ നിന്ന് ഈർപ്പം വലിച്ചെടുത്ത് ആഴ്ചകളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാനും സാധിക്കുന്നു. 31 സെന്റിമീറ്റർ നീളവും 5 കിലോഗ്രാം ഭാരവുമുള്ള ഇവയ്ക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാവുമത്രേ. പീക്ക, വിസിൽമുയൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറിയ സസ്തനിയാണ് പീക്ക. മുയലിൻ്റെയും എലിയുടെയും മിശ്രിതവുമായി സാമ്യമുള്ള രൂപമാണ് പീക്കയുടേത്. തണുത്ത പർവ്വതനിരകളിലാണ് ഇവ വസിക്കുന്നത്. 20 സെന്റിമീറ്റർ വലിപ്പവും 200 ഗ്രാം ഭാരവുമുള്ള ഇവ ചെറിയ ചെടികളാണ് ഭക്ഷിക്കുന്നത്. ചെറിയ കൈകാലുകളുള്ള ഉരുണ്ട ശരീരവും വൃത്താകൃതിയിലുള്ള ചെവികളും പീക്കയ്ക്ക് ടെഡി ബിയർ പോലുള്ള ഒരു രൂപം നൽകുന്നു. വലിയ തണുത്ത കാലാവസ്ഥയെ പോലും നേരിടാൻ പാകത്തിന് കട്ടിയുള്ള രോമങ്ങൾ ഇവയ്ക്കുണ്ട്. ഇവരുടെ ഉച്ചത്തിലുള്ള വിസിലുകൾ വളരെ വലിയൊരു പ്രത്യേകതയാണ്. പല ആശയവിനിമയത്തിനും ഇത് ഉപയോഗിക്കുന്നു. ഭക്ഷിക്കുന്നതിനായി സസ്യങ്ങൾ ശേഖരിച്ച് ഉണക്കി സൂക്ഷിക്കുന്നത് ഇവയുടെ മറ്റൊരു പ്രത്യേകതയാണ്. പീക്കകൾ വളരെയധികം കഠിനാധ്വാനികളാണ്. എപ്പോഴും പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഏകദേശം 3 to 7 വർഷം വരെയാണ് ഇവയുടെ ആയുസ്. കാലാവസ്ഥ വ്യതിയാനം മൂലമുള്ള ഉയർന്ന താപനില ഇവരുടെ തണുത്ത കാലാവസ്ഥയെ പരിമിതപ്പെടുത്തുന്നതും അതുകൊണ്ട് തന്നെ പീക്ക് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. മീർകാറ്റ് തെക്കൻ ആഫ്രിക്കയിലെ മരുഭൂമികളിൽ കാണപ്പെടുന്ന ഒരു ചെറിയ സാമൂഹ്യ സസ്തനിയാണ് മീർകാറ്റ്. കഠിനമായ ചുറ്റുപാടുകളിൽ ടീം വർക്കിൻ്റെയും പൊരുത്തപ്പെടലിൻ്റെയും പ്രധാന ഉദാഹരണമാണ് ഈ ജീവികൾ. ഏകദേശം 35 സെന്റിമീറ്റർ വലിപ്പവും 0.9 കിലോഗ്രാം ഭാരവുമുണ്ട് ഇവയ്ക്ക്. പ്രാണികൾ, ചിലന്തികൾ, പക്ഷികൾ പോലെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവ കഴിക്കുന്നത്. ഇവയ്ക്ക് ചില വിഷങ്ങളിൽ നിന്ന് വരെ പ്രതിരോധ ശേഷിയുണ്ട്. ഇത് അവരെ പാമ്പിനെയും തേളിനെയും വരെ ഭക്ഷിക്കാൻ പ്രാപ്തമാക്കുന്നു. 30 പേർ വരെയുള്ള ഗ്രൂപ്പായാണ് ഇവ ജീവിക്കുന്നത്. മീർകാറ്റുകൾക്ക് അവരുടെ വയറ്റിൽ ഒരു പ്രത്യേക സോളാർ പാനൽ ഉണ്ട്. തണുത്ത മരുഭൂമിയിലെ പ്രഭാതങ്ങളിൽ ചൂട് ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന ഇരുണ്ട ചർമ്മത്തിൻ്റെ ഒരു പാച്ചാണിത്. ആശയവിനിമയത്തിനായി ഇവയ്ക്ക് 36 വ്യത്യസ്ത സ്വരങ്ങളുമുണ്ട്. ഇവർ എപ്പോഴും ഐക്യത്തോടെ ഗ്രൂപ്പായി പ്രവർത്തിക്കുന്നു. ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കല്ലേ.